What happened, Sihi? സുബി, ഇതല്ല നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ്. നീ വേറെ ഏതോ ബുക്കാ എടുത്തേ. ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ ബുക്ക് എടുക്ക്. സിഹി, ഞാൻ നിന്നോട് ഇംഗ്ലീഷ് പുസ്തകം എടുക്കാനാ പറഞ്ഞത്. നീ എന്താ ചെയ്യുന്നേ? ഇംഗ്ലീഷ് ടെക്സ്റ്റ് എടുക്ക്. What's wrong with you? Where is your bag? This is your English book. സിഹി, നിനക്ക് പുസ്തകം ശരിക്കൊന്ന് പിടിക്കാൻ പോലും അറിയില്ലേ? അത് മറന്നുപോയോ? ഞാൻ പേജ് നമ്പർ പറയാം, നീ അത് നോക്ക്. ഓക്കെ? Page number 3, children. Are you all ready? Shall we practice spelling today? Are you all ready? എടാ, പ്രൊജക്ട് കിട്ടിയതിന്റെ കാര്യത്തിൽ നീ ഹാപ്പി ആവുമെന്ന് കരുതിയപ്പോ നീ എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയാണല്ലോ. എന്തു പറ്റിയടാ? സുബിയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. പാവടാ അവള്. അവൾക്ക് ഈ സ്കൂളൊന്നും വലിയ പരിചയമൊന്നുമില്ല. അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്തൊക്കെ സംസാരിക്കണം, വായിക്കാനോ എഴുതാനോ ഒന്നും അവൾക്കറിയില്ല. അവളെ അവിടെ ആക്കിയിട്ട് വന്നപ്പോൾ ഒരു ടെൻഷൻ അശോക. പ്രോജക്റ്റ് കിട്ടിയിട്ട് പോലും സന്തോഷിക്കാൻ പറ്റുന്നില്ല. രാമ, ഞാൻ ഈ പറയുന്നുണ്ട് വിഷമം തോന്നരുത്. ബട്ട് നീ സുബിയെ സ്കൂളിലേക്ക് വിടരുതായിരുന്നു. അവള് സിഹിയായിട്ട് വീട്ടിൽ നിൽക്കുന്നതും സ്കൂളിൽ നിൽക്കുന്നതും വ്യത്യാസമുണ്ട്. അവൾക്കത് വലിയ ബുദ്ധിമുട്ടാകൂടാ. ഞാൻ എന്ത് ചെയ്യാനാടാ? സീതയാണെങ്കിൽ സിഹിയെ സ്കൂളിൽ വിടുന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുക. സുബിയാണെങ്കിൽ സ്കൂളിലേക്ക് പോകാനായിട്ട് ഓവർ എക്സൈറ്റഡ് ആയിരുന്നു. അവളുടെ മുഖത്ത് നോക്കി എങ്ങനെയാടാ വേണ്ടെന്ന് പറയാ? അതും ശരിയാ. അവളവിടെ എങ്ങനെ മാനേജ് ചെയ്യുവോ? പാവമാടാ നമ്മുടെ സുബി. സുബിയോ? ആരാത്? അത് വികൃതി സുബി എന്ന് പ്രിയ. അതെ അതെ, അത് സിഹി തന്നെയാ സുബി. സീത അതെപ്പോഴും പ്രിയ സിഹിയെ സുബി എന്നാ എപ്പോഴും വിളിക്കാറ്. ആ, സുബി എന്ന് വിളിക്കാറുണ്ട്. അത് പറയായിരുന്നു. നീ അത് മറന്നുപോയോ? ശരിയാ. പ്രിയ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എത്ര നാളായി അശോക് ഇത്? നാളെ അവൾ എന്റെ മുന്നിൽ വന്നാ എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പോലും പറ്റില്ല. അവളും ഇങ്ങോട്ട് വരണം എന്ന് പറയാറുണ്ട്. ഈ വീക്കെൻഡിൽ കൊണ്ടുവരാം. ഈ വീക്കെൻഡിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ, മിസ് ചെയ്യാൻ പാടില്ല. റാം, ഒന്നിങ്ങോട്ട് വരാമോ? Sonu, I'll teach few spellings, okay? You have to repeat it. H-A-T, hat. H-A-T, hat. B-A-T, bat. B-A-T, bat. സോനു വായിക്കുന്നതൊക്കെ ശരിക്കും കേട്ടോ? You have to look at the pictures and write the name of the pictures and complete the sentence. Okay? There are 2 pictures in the first sentence. That is one jeep and bag. So what do you have to write? There is a dash and pictures on the dash and another picture. സുബി, സുബി. So what is this happy dash? What is this? Child. സുബി, എന്ത് പറ്റി?
What happened? Read this. Read this and explain me. What do you see on the board? What picture is this? Read the sentence. സുബി, ഞാൻ പറയുന്ന പോലെ പറ. A happy child, yappy slide. Read louder. സുബി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. A happy child. എന്ത് പറ്റി നിനക്ക്? എല്ലാം മറന്നുപോയോ നീ? കൊറേ കോലും കുറച്ചുണ്ടയും. നീ എന്താ പറഞ്ഞേ? എന്റെ മുത്തശ്ശൻ ഇംഗ്ലീഷിനെ അങ്ങനെയാ പറയാറ്. കൊറേ കോലും കുറച്ചുണ്ടയും വെച്ച് അത് എഴുതാറെന്നാ. സൈലൻസ്, സൈലൻസ് പ്ലീസ്. സിഹി, മാനസില്ലേ നിനക്ക്? ക്ലാസ്സിൽ എങ്ങനെ നിൽക്കണ്ടെന്ന് അറിയില്ല നിനക്ക്? എന്തൊക്കെയാ ഈ പറയുന്നേ? സിഹി, കം ഹിയർ. വിളിക്കുന്നത് കേട്ടില്ലേ? ചെല്ല്. കം ഹിയർ. ഞാനൊരു പോയം പഠിപ്പിച്ചിരുന്നു, ഹാപ്പി ചൈൽഡ്. അത് നിനക്ക് ഓർമ്മയുണ്ടോ? ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്, ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ടുഗദർ, ടാപ്പ് ടാപ്പ് ടാപ്പ്, ടാപ്പ് യുവർ ഫീറ്റ് ടുഗദർ. അത് ഓർമ്മയില്ലേ? ഒന്ന് ബോർഡിൽ എഴുതിക്കേ. ചെല്ല്. റൈറ്റ് ദ പോയം ഓൺ ദ ബോർഡ്. സുബി, ആ ബോർഡില് ടീച്ചർ എഴുതിയ പോലെ പോയം എഴുത്. അയ്യോ, നിനക്ക് എഴുതാൻ അറിയില്ലല്ലോ അല്ലേ? I'm talking to you. Go and write the poem on the board. നീ എഴുതാനും മറന്നുപോയോ? ഇവരെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ കളിക്കുന്ന കണ്ട എല്ലാരും ചിരിക്കാറുണ്ടല്ലോ. ഇവര് മാത്രം എന്താ ദേഷ്യപ്പെടുന്നേ? ക്ലാസ് തീരുന്നത് വരെ അവിടെ പോയി നിൽക്ക്. മൂവ് ബാക്ക്. ചെല്ല, അവിടെ പോയി നിൽക്ക്. സീത എന്താ ഇങ്ങോട്ട് വന്ന കാര്യം പറ. ഇവിടെ തന്നെ നിൽക്കാൻ ഞാൻ പറയാം. നായിക്കണ്ണ്, നരിക്കണ്ണ്, വീട്ടുകാരുടെ കണ്ണ്, നാട്ടുകാരുടെ കണ്ണ്, അങ്ങനെ എല്ലാ കണ്ണും എന്റെ ഭർത്താവിനെ വിട്ട് പോകട്ടെ. പറ. എന്താ സീരിയസ്ലി? പറയേ. ഓക്കെ. തു തു തു. എന്തിനാ ഇപ്പൊ ചിരിക്കുന്നേ? പിന്നെ എന്ത് ചെയ്യും സീത? നീ ഇങ്ങനെ കൊച്ചുകുട്ടികൾക്ക് ദൃഷ്ടി എടുക്കുന്ന പോലെ എനിക്ക് ദൃഷ്ടി എടുക്കുമ്പോ പിന്നെ ഞാൻ ചിരിക്കാതിരിക്കുന്ന എങ്ങനെയാ? എടുത്താലിപ്പോ എന്താറാം? നിങ്ങൾ എത്ര വലിയ അച്ചീവ്മെന്റ് ഇപ്പൊ എടുത്തത്? എല്ലാവരുടെയും കണ്ണു ഇട്ടിട്ടുണ്ടാവില്ലേ? ഇപ്പൊ ദൃഷ്ടി പതിഞ്ഞു കാണില്ലേ? അപ്പൊ എടുക്കുന്നത് തെറ്റാ? ഓ, തെറ്റൊന്നുമല്ല. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൃഷ്ടി ഒരിക്കലും പതിയില്ല എന്ന് പറഞ്ഞതാ. അതെന്താ? ഞാൻ ദൃഷ്ടിക്കോലമാണോ? ദൃഷ്ടിക്കോലമൊന്നുമല്ല, എന്റെ ചക്കരക്കുട്ടിയാ.
രക്ഷപ്പെടാനാ ഇപ്പൊ തോന്നുന്നേ. എങ്ങനെ രക്ഷപ്പെടും? ഓ, എല്ലാവർക്കും മനസ്സിലായല്ലോ? ഏയ്, എന്താ നീ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? ഇവിടുന്ന് രക്ഷപ്പെടണമെന്നാണോ? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നീ തന്നെയല്ലേ സ്കൂളെന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. നീ ഇപ്പൊ ഒന്നും മിണ്ടണ്ട. നീ ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞാ നീ ഒറ്റയ്ക്ക് സംസാരിക്കുമെന്ന് പറഞ്ഞ എല്ലാരും ചിരിക്കില്ലേ? നോക്ക്, നിനക്ക് ടീച്ചർ പണിഷ്മെന്റ് തന്നതാണ്. ഈ ക്ലാസ് കഴിയുന്നവരെ ഇവിടെ തന്നെ നീ ഇങ്ങനെ നിൽക്കണം. നാളെ തൊട്ട് കുറച്ച് ഡീസന്റ് ആവണം കേട്ടോ. വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഓക്കേ? It's lunch time. Go and have your food. ഡി കള്ളി, നീ എന്താടി പ്ലാൻ ചെയ്യുന്നേ? സുബി, എങ്ങോട്ടാ നീ ഓടുന്നേ? നിൽക്ക്. നീ എങ്ങോട്ടാ പോകുന്നേ? സീതമ്മ തന്നുവിട്ട് ലഞ്ച് ബോക്സ് ഇല്ലേ, അത് തുറന്ന് ഭക്ഷണം കഴിക്കടി. എനിക്ക് സ്കൂളും വേണ്ട, ഇവിടുത്തെ ഭക്ഷണവും വെള്ളവും ഒന്നും വേണ്ട. വേണ്ടേ? അതെന്താ? എനിക്ക് മതിയായി. സുബി, നിൽക്ക്. അപ്പു, മേമ, പ്രൊജക്ടിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനിറങ്ങിയാലോ? ഷോ മേമ. ഡാ വാടാ. മേമ ഒന്ന് കാറിയിരിക്കുക, ഞാൻ ഒന്ന് സീതയോട് പറഞ്ഞിട്ട് വരാം. അശോക, സീത, സീത, ആറാം. നീ എന്താ റെഡി ആയിട്ട് എവിടേക്കാ? സാധനമേമ്മയ്ക്ക് സാരി പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞു. അവരുടെ കൂടെ ഒന്ന് പോവാ. കുട്ടികൾ എത്തുമ്പോഴേക്ക് ഞാൻ ഈ വരാം. ഓക്കെ, അപ്പോഴേക്കും ഞാനും മേമയും മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചെത്തിക്കോളാം. ശരി. ശരി, അത്രേ ഉള്ളൂ. വേറെന്താ? സീത, കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോകുമ്പോ കുറച്ച് സ്നേഹത്തോടെയൊക്കെ പറഞ്ഞേക്കണ്ടേ? റാം, നിങ്ങൾ എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ കളിക്കുന്നേ? ഒന്നും എനിക്കറിയില്ല, ഞാൻ കൊച്ചുകുട്ടിനെ, എനിക്ക് ഇപ്പൊ ഒരു വേണം. റാം, എടാ, ഐ ആം സോ സോറി. അയ്യോ അശോക, നിനക്ക് എന്തിന്റെ കേടാ? നീ ഈ സമയം വന്ന് ഡിസ്റ്റർബ് ചെയ്തല്ലോ. പ്ലീസ് ഡോണ്ട് മൈൻഡ് മീ. യു ക്യാരി ഓൺ. വലിഞ്ഞേറി വന്നതല്ലേ, കാര്യം പറ. ഒന്നുമില്ല, വേഗം വാന്ന് പറയാൻ വന്നതാ. സീത, ഞാൻ പോയിട്ട് വരാട്ടോ. സീതേ, മേമ ഇറങ്ങിയാലോ? പോവാ മേമ. എനിക്ക് സ്കൂളൊന്നും ശരിയാവില്ല കേട്ടോ. നിനക്ക് സ്കൂൾ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ വഴക്ക് പറഞ്ഞ ഇവിടെ ആര് പഠിക്കാനാ? എനിക്കെങ്ങും വയ്യ, ഞാൻ വീട്ടിലേക്ക് പോവാ. നിനക്കതിന് വീട്ടിലേക്ക് പോവാൻ വഴി അറിയാമോ? അറിയില്ല. പിന്നെ കുതിരയെ പോലെ ഓടുന്നുണ്ടല്ലോ. എനിക്ക് ഈ സ്കൂളിൽ നിൽക്കാൻ കഴിയില്ല, തലയ്ക്ക് വട്ട് പിടിക്കുക. ശരി, നമ്മുടെ വീട് കുറച്ച് ദൂരത്താ.
ഇങ്ങനെ നടന്നു പോവാൻ പറ്റില്ല. ആണോ? നീ ഓട്ടോ അങ്കിളിനോട് ദേശായി വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ. അവര് നിന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളും. ശരി, എന്റെ അച്ഛൻ ഫുൾ ഫേമസാ. ആരോട് പറഞ്ഞാലും നിന്നെ വീട്ടിലേക്ക് ആക്കി തന്നോളും. നിന്റെ സ്കൂൾ ബാഗ് എവിടെ? അയ്യോ, അത് സ്കൂളിൽ വെച്ച് മറന്നല്ലോ. എന്റെ ദൈവമേ, ഒരു ഓട്ടോ വരുന്നുണ്ട്, കൈ കാണിക്കേ. ശരി, ഓട്ടോ എന്നെ ദേശായിന്റെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോവോ? ഏത് ദേശായിയാ? ബിസിനസ്മാൻ ശ്രീറാം ദേശായി. ഞാൻ അവരുടെ മകളാന്ന് പറ. ബിസിനസ്മാൻ ശ്രീറാം ദേശായി. അവര് നിന്റെ ആരാ മോളെ? ഞാൻ അവരുടെ മകളാന്ന് പറ സുബി. അദ്ദേഹത്തിന്റെ മോളാണോ? ശരി, കേറ് മോളെ. സീതാരാമ ഓ സീതാരാമ ഗുഡ് ആഫ്റ്റർനൂൺ മാം. സിഹി, where is സിഹി? സോനു, where is സിഹി? She is not here, ma'am. ലഞ്ച് കഴിച്ചിരുന്നോ? മാം, അവൾ ഞങ്ങളുടെ കൂടെ ലഞ്ച് കഴിക്കാൻ ഉണ്ടായില്ല. ലഞ്ച് കഴിച്ചില്ലേ? അയ്യോ, ആ കുട്ടി ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ അവൾ എങ്ങോട്ട് പോയി? സോനു, യു ഗോ ടു 3rd സ്റ്റാൻഡേർഡ് E സെക്ഷൻ. കോൾ അനികേത് ഇമ്മീഡിയറ്റ്ലി. അനി, സിഹിയെ കണ്ടിരുന്നോ മോനെ? സിഹിയോ? അവൾ ഇവിടെ ഇല്ലേ? ഇല്ല, ലഞ്ച് ബ്രേക്കിന് എങ്ങാനും കണ്ടിരുന്നോ? ലഞ്ച് ബ്രേക്കിന് അവളെ കാണാൻ ഞാൻ വന്നിരുന്നു. പക്ഷെ അവളെ ഇവിടെ കണ്ടില്ല. ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കുമെന്നാ വിചാരിച്ചേ. ഓ മൈ ഗോഡ്. സോനു എവിടെ? എന്റെ വീട്ടിൽ എന്നെ ഇറക്കി തന്നതിന് ഒരുപാട് താങ്ക്സ്. അതൊന്നും കുഴപ്പമില്ല മോളെ. നിങ്ങൾക്ക് പൈസ തരാന്ന് വെച്ചാ എന്റെ കയ്യിൽ പൈസയേ ഇല്ല. കുഞ്ഞല്ലേ മോളെ, നിന്നോട് എങ്ങനെയാ ഞാൻ പൈസ വാങ്ങാ? മോളെ വീട്ടിലേക്ക് പോയിക്കോ. കാവേരി ചേച്ചി, ജാക്കി ചേട്ടാ, കുട്ടിലിംഗം. സുബി, സുഖാണോ നിനക്ക്? സുബി, സ്കൂളിൽ പോയതാണോ? ഈ യൂണിഫോമിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കുട്ടിലിംഗോ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അറിയാം. കുട്ടിലിംഗം, സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? നീ ആദ്യം നിന്റെ വിശേഷം പറ. എനിക്ക് സുഖമാ. ഇതെന്താ സുബി, നിന്റെ സംസാരമൊക്കെ മാറിയല്ലോ. നമ്മുടെ വീട്ടിൽ സംസാരിച്ച രീതിയൊക്കെ നീ മറന്നുപോയോ? ഈ വീട്ടിൽ ഞാനിപ്പോ സിഹിയെ പോലെ വേണ്ട സംസാരിക്കാൻ. പ്ലാവണ്ട, വേണ്ട എന്നൊക്കെ പറഞ്ഞാ സീതമ്മക്ക് വിഷമാവും ചേച്ചി.
സംശയം തോന്നില്ലേ? ഇത് ശരിയാ, നീ പഴയ പോലെ ഒന്ന് സംസാരിക്കണ്ട. സുബി, നിന്നെ കാണുമെന്ന് തോന്നി, അതുകൊണ്ടാ വന്നേ. അത് നന്നായി. എന്തായാലും നിന്റെ സ്വപ്നം സത്യമായല്ലോ, അത് മതി. പക്ഷേ കാവേരി ചേച്ചി, സ്കൂളിൽ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാ. ആ ടീച്ചർ വെറും ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്കിനി ആ സ്കൂളിൽ പോവാൻ തന്നെ താല്പര്യമില്ല. എന്ന് വെച്ച് സ്കൂളിലൊന്നും പോവാതിരിക്കല്ലേ തമ്പുരാട്ടി. ആദ്യം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ പിന്നെ ശരിയായിക്കോളും. ശരി, നിങ്ങൾ വാ കാവേരി ചേച്ചി, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞങ്ങൾ വന്ന ശരിയാവില്ല. വേണ്ട സുബി. ഒന്ന് വാ കാവേരി ചേച്ചി, എല്ലാവർക്കും വീടൊക്കെ ഒന്ന് കാണാലോ. അല്ല, ഞങ്ങള് ഹൗസ് കാണാൻ കയറിയിട്ട് ഞങ്ങളെ ആരെങ്കിലും കണ്ടാലോ? ഈ വീട്ടില് നമ്മുടെ വീട്ടിലെ പോലെ എല്ലാരും ഒരു സ്ഥലത്ത് ഉണ്ടാവില്ല. അവരവരുടെ റൂമിലാ ഉണ്ടാവുക. ഈ സമയത്ത് അവര് ഭക്ഷണം കഴിച്ച് ചെറിയ ഉറക്കത്തിലായിരിക്കും. സുബി, നിന്നെ കാണാനാ ഞങ്ങൾ വന്നേ. കണ്ടല്ലോ, വീഗോ. അതെ സുബി, ഇനി വെറുതെ പ്രശ്നമാണ്. ഒരു കുഴപ്പമില്ല, വാ കാവേരി ചേച്ചി. കൂട്ടുകാരെയൊക്കെ അവര് വീട് കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ഹോൾ